ഇതാണ് സ്കീയിങ്ങിൻ്റെ ഡ്രസ്സ്, അതിൻ്റെ ഷൂ. ഇവിടെ എന്തൊരു സംഭവം കാണുന്നുണ്ടല്ലോ, ഇതെന്താ? സ്കീ സിമുലേറ്റർ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. മുകളിൽ പോകാൻ പറ്റുന്നു, അവിടെ ആരൊക്കെ കാണുന്നത്. വേറെ എന്തിനുള്ളതാണോ, ഇനി സപ്പോർട്ടിനാണോ? വീഡിയോ കണ്ടിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല ഇതിന് സപ്പോർട്ടാണോ എന്നുള്ളത്. സപ്പോർട്ടായിരിക്കും, അല്ലാതെ അല്ലെങ്കിൽ ക്യാമറൻ്റെ നല്ല പ്രായം. ഹായ്, ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഓസ്ലോയിലാണുള്ളത്. ഓസ്ലോയിൽ ഇത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട്. ഒരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകേണ്ടതാണ്. ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ ഫെറി മാത്രമേ ഓപ്ഷനുള്ളൂ. നെതർലാൻഡാണ് എനിക്ക് ആക്ച്വലി പോകേണ്ടത്. ഇവിടുന്ന് നെതർലാൻഡിലേക്ക് പോകാനൊരു ഓപ്ഷനില്ല. അപ്പോൾ തിരിച്ച് ജർമ്മനി പോയിട്ട് ജർമ്മനിയിൽ നിന്ന് നെതർലാൻഡ് കയറി ബെൽജിയം, ഫ്രാൻസ്, UK, അതാണ് എൻ്റെ പ്ലാന്. അപ്പം നെതർലാൻഡിലേക്ക് ഇവിടുന്ന് ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനും കടലായതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇതും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ജർമ്മനിക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അവൈലബിൾ അല്ല. 15-ാം തീയതി വരെ ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ 15-ാം തീയതി എനിക്ക് ഇവിടുന്ന് ഓസ്ലോന്ന് വിടാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ 10-ാം തീയതിയാണ്. 10-ാം തീയതി പോകണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഇനിയിപ്പോൾ 4-5 ദിവസം ഇവിടെ സ്റ്റക്കായി, പോസ്റ്റായി. ഇവിടെ താമസം ഒക്കെ കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ വിവരം അറിഞ്ഞാണേ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഒരു വിൻ്ററിൽ ഇവിടെ സ്കീയിങ്ങിൻ്റെ മത്സരം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു വലിയ ബിൽഡിങ് പോലത്തെ എന്തോ ഒരു സംഭവമാണ്. അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഐസിൽ ഇങ്ങനെ എന്താ പറയുക, വരുന്ന പരിപാടിയാണ്. അപ്പോൾ വിൻ്ററിലാണത്. പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കാണാം, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഒന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു, ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മെട്രോ കാത്തിക്കാണ്. സൈക്കിൾ എടുത്തിട്ടില്ല. സൈക്കിൾ എടുത്താൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ചില സ്ഥലങ്ങളിൽ കയറാൻ പറ്റില്ല. സൈക്കിൾ പുറത്ത് വെക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സൈക്കിളിന് റെസ്റ്റ് കൊടുത്തു. ഇന്നലെ സൈക്കിൾ എടുത്തിരുന്നു, പക്ഷെ ഇന്ന് സൈക്കിളിന് റെസ്റ്റ് കൊടുത്തു. ഇന്ന് ഞാൻ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാണ്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ശരി, നമുക്കിന്ന് ഇവിടുത്തെ ഓസ്ലോയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. വെസ്റ്റ്ലി ഇവിടുന്ന് വീഡിയോ എടുക്കലേ പ്രശ്നമാണ്. ആളുകൾക്കൊന്നും വീഡിയോ എടുക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ അടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി T1 എന്ന് പറയുന്ന ട്രെയിൻ വരണം. അതിൽ കയറിയിട്ട് ഹെൽമൻകോളൻ പോയി ഇറങ്ങണം. ഹെൽമൻകോളൻ. ഓക്കെ, ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. ആ ബോഗിയിൽ കുറച്ച് തിരക്കുണ്ട്. ഞാനിരിക്കുന്ന ബോഗി കുറച്ച് കാലിയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവാണ്. അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല കാഴ്ചകളാണെന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന്. എന്താ പറഞ്ഞത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന്. നമ്മൾ പോകുന്ന സ്ഥലം ഇവിടുന്ന് കാണുന്നുണ്ട്. ആകാശത്തേക്കൊരു സംഭവം ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കയറി 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 പോവാണ്. ഒരു മല ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഒരു ഫുൾ ഡേ പാസ് എടുത്തുകൊണ്ട് എനിക്ക് 24 മണിക്കൂർ എവിടെ വേണമെങ്കിലും പോയി വരാം. അപ്പം ഇന്ന് വൈകിട്ട് 7:30 വരെ എനിക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും.
Vær oppmerksom på avstand mellom tog og plattform. Please mind the gap. എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായിട്ടുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഏകദേശം ഈ മലൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. Legg til våre kunder. Gjør oppmerksom på at dørene i bakerste vogn på strekningen Øen-Frognerseteren er stengt på grunn av korte plattformer på Åndedalbanen. Reisende som skal forlate toget, bes benytte de 2 første vognene i toget. Due to short platforms on the Åndedalen line, only the doors on the 2 first cars will be in use between Frøen and Frognerseteren. എല്ലാവരും ഇവിടെ ഇറങ്ങി. ഇതാണ് ഹോൾമൻ കൊള്ളൻ. ഈ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഹോൾമൻ കൊള്ളൻ. എല്ലാവരും ഒരു ഡയറക്ഷനിലേക്ക് നടക്കുന്നുണ്ട്. ഞാനും അവരെ പിന്തുടർന്ന് അവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എങ്ങോട്ട് പോകേണ്ടതെന്നൊന്നും അറിയില്ല. മൊത്തം ടൂറിസ്റ്റുകളാന്ന് തോന്നുന്നു. സ്കീ മ്യൂസിയം, സ്കീ അറേന, ഹോൾമൻ കൊള്ളൻ ബാക്കൻ. ഹോൾമൻ കൊൾബാക്കൻ. സ്കീ അറേന, സ്കീ മ്യൂസിയം. നമുക്കിവിടെ പിന്തുടർന്ന് പുറകിൽ അങ്ങനെ പോവാം. അപ്പോൾ എത്തേണ്ടടുത്ത് എത്തും. ഇവിടുത്തെ ട്രെയിനിൻ്റെ റൂട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. അങ്ങനെ പല കളറിൽ 1 2 3 4 5 ആളൊന്നു. യെസ്, 5 കളർ. ഈ കയറ്റം കയറിയിട്ട് പോകണം. എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അവിടെ കയറി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലേ അത് കാണാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ടെമ്പറേച്ചറൊക്കെ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. കുറേ ആൾ കണ്ടിറങ്ങി വരുന്നുണ്ട്. നമുക്ക് കയറാം. ഇവിടുത്തെ സ്കീയിങ്ങിൻ്റെതായതുകൊണ്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഇതാ അടിപൊളി സ്ഥലം. നോക്കൂ, ഇവിടെ നിന്ന് നോക്കിയാൽ നോർവേയുടെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും. നോർവേയുടെ ബ്യൂട്ടി ഇതിലും സൂപ്പറായിട്ട് മറ്റു പല സ്ഥലത്തുണ്ട് കേട്ടോ. പക്ഷേ ഓസ്ലോൻ്റെ ബ്യൂട്ടി ഇവിടെ കാണാം. അങ്ങനെ പറയുന്നതാണല്ലേ. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ ദ്വീപുകളാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം. ദ്വീപിലേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് തന്നെ 24 hours നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അപ്പോൾ ദ്വീപിലേക്കുള്ള ഫെറി എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഉറപ്പില്ല, നോക്കാം. ലെറ്റ് us try. നിങ്ങൾക്കും എനിക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കാണാം. പുള്ളി സൈക്കിള് ഓടിച്ച് കയറ്റുന്നത് നല്ല പ്രായം. ഹായ്. കാണാൻ റെഡി ആയിക്കോളൂ. അതാണ് സംഭവം. ഒരു വലിയൊരു ബിൽഡിംഗ് ഹോളൊക്കെ ഉണ്ട് ആകാശത്തിൻ്റെ മുകളിലേക്ക്. അതാണ് ഞാൻ കാണാൻ പോകുന്ന സംഭവം. ഇപ്പം ഐസില്ല. മഞ്ഞുകാലത്ത് ഇവിടെ ഫുൾ ഐസായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ സ്കീ ചെയ്ത് വന്നിട്ടുള്ള സംഭവമാണത്. അതിമനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ് കാണുന്നുണ്ട്. കണ്ടിട്ട് ചേർച്ചാണോ? അല്ല, ചേർച്ച ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. നോക്കാം. എനിക്കൊന്ന് ഹോട്ടലാന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് ഹോട്ടൽ സ്കാൻഡിക്. നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ? ഇങ്ങോട്ടാണോ? അല്ല, ഇത് ഹോട്ടലിലേക്കുള്ള ദാറ്റ്സ് ദ വേ ടു ഹോട്ടൽ. നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. അതെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് മക്കളെ ആ സംഭവ ബഹുലമായിട്ടുള്ള സംഭവം. ഇവിടുന്ന്
ചെയർ കാറുണ്ട്, താഴത്തുനിന്ന് മുകളിലേക്ക് നമുക്ക് ചെയർ കാറിൽ വരാം. അതും ഓപ്പൺ ചെയർ കാർ കേട്ടോ. ഞാൻ ടർക്കിയിൽ നിന്ന് കയറിയത് പോലത്തെ ചെയർ കാറല്ല, ജസ്റ്റ് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ടർക്കിയിലുള്ളതിനൊക്കെ ഒരു കവറുണ്ടാവും, ഒരു കൂട് പോലെ ഉണ്ടാവും. ഇതൊന്നുമില്ല, കാല് താത്തിയിട്ട് ഇരിക്കണം. പക്ഷെ ഇരിക്കാനുള്ള സംഭവം ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ട്, മടക്കി വെച്ചാൽ, ഫോൾഡ് ചെയ്ത് വെച്ചാൽ നല്ല രസമുണ്ടാവും അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ. മറ്റേ അത്ര ടെൻഷനാവില്ല, കാരണം ഒരു കൂട് പോലെയാണ്. പക്ഷെ ഇതിങ്ങനെ ഒരു ചെയറിലിരിക്കുന്ന ഫീലേ ഉണ്ടാവും. അടിപൊളി. നമുക്കിനി ഇങ്ങോട്ടാ പോകണ്ടേ? ദിസ് ഈസ് ദ വേ. അതിൻ്റെ മുകളിൽ നിന്ന് സ്കീ ചെയ്ത് വരും. അതിലേക്ക് സ്റ്റെപ്പ് കയറി പോയിട്ട് അവിടുന്ന് മുകളിൽ നിന്ന് സ്കീ ചെയ്തിട്ട് ഒരു വരവുണ്ട്. സൂപ്പർ. ഇതൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല ഇന്ത്യയിൽ. ഇവിടെയൊക്കെ മഞ്ഞുകാലത്ത് ഇവിടെയൊക്കെ ഐസ് ഉണ്ടാവും. അവിടെ ഐസൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ കയറ് കെട്ടിയതോ കയറായിരിക്കും, ഒരു നെറ്റ് പോലെ ഉണ്ട്. അതിൽ ഐസ് വന്ന് തണുത്തുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും, താഴത്തേക്ക് പോവില്ല. കുറേ കല്ലൊക്കെ ഇട്ട് റഫാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തണുപ്പ് കാലത്ത് അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒലിഞ്ഞിങ്ങനെ വന്നിട്ട് താഴെ അവിടെ പോയിട്ട് സ്റ്റോപ്പ് ആവും. ഇത് കാണാൻ വേണ്ടിയിട്ട് ഗാലറി ഉണ്ട്, ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾക്ക് ഇരുന്ന് ഈ കാഴ്ച കാണാനും ഈ ഒരു മത്സരം വീക്ഷിക്കാനുള്ളൊരു സംഭവമാണ്. ഇവിടെയൊക്കെ ഇരിക്കാം. ഇതൊക്കെ ഗാലറി പെട്ടാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല. ആ ഇവൻറ്റിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് അമേസിങ്. എത്ര ഹൈറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇതിന് മുകളിലേക്ക് കുറേ ആൾ പോകുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം മുകളിൽ എന്താണെന്നുള്ളത്. ഇത് ജസ്റ്റ് മിഡിലായിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ഒരുപാട് കയറി പോകാൻ, ഒരുപാട് ദൂരം. ഏറ്റവും ടോപ്പിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല, ചിലപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് അതാ, അത് നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് ഏറ്റവും ടോപ്പ്. കാണുന്നില്ലേ? നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. മുകളിൽ പോകാൻ പറ്റും തോന്നുന്നു. അവിടെ ആരൊക്കെയോ കാണുന്നുണ്ട്. ഇവിടെ എന്തോ സംഭവം കാണുന്നുണ്ടല്ലോ. ഇതെന്താ? സ്കീ സിമുലേറ്റർ. ഇത് നമ്മൾ സ്കീ ചെയ്യും പോലെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയാലേ കൊള്ളാലോ പരിപാടി. സ്കീ സിമുലേറ്ററാണ്. എക്സ്പീരിയൻസ് ഡൗൺ ഹിൽ സ്കീ അറ്റ് 130 km/h, 130 km/h ആൻഡ് സ്കീ ജമ്പിങ് അറ്റ് 100 km/h. ഇതിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വേറെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ? എന്താണ്, തലയിൽ കുത്തി വീഴുമോ? ഒരു ഐഡിയ ഇല്ല. ഇതിനെത്ര ചാർജ്? നമുക്കൊന്ന് ഇതിൻ്റെ ഫെയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രൈസ് നോർവീജിയൻ കറൻസി
അഡൽട്ട് 130, ചൈൽഡ് 75, ഫാമിലി 2 അഡൽട്ട് 2 ചിൽഡ്രൻ ആണെങ്കിൽ 350. പ്രൈസസ് ഫോർ ഗ്രൂപ്പ്സ് ഫോർ 10 person or more 110, 70. Price information 15 years and down is children. Ski simulator. ഇത് അറിയുന്നവർക്ക് മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റൂ, അറിയാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമോ ഒരു ഐഡിയ ഇല്ല എന്താണെന്നുള്ള. ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കട്ടെ. ഇറങ്ങി വരുന്ന ആൾ തല ഇറങ്ങി വരുമോ എന്നുള്ളത് അറിയില്ല. നമുക്കൊന്ന് നോക്കാം ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോന്ന്, അവരോട് ചോദിക്കാം എക്സ്പീരിയൻസ്. ഇതിന് സ്കീ അറിയണമെന്നൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നുള്ളൂ. സ്കീ ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല. സ്കീ ചെയ്യാൻ അറിയണമെങ്കിൽ പിന്നെ ആരും കയറുന്നുണ്ടാവില്ല, അറിയുന്നവർ മാത്രമേ കയറുള്ളൂ. ഇതറിയാത്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമുക്ക് എന്നാൽ മെല്ലെ മുകളിലേക്ക് പോവാം. ടിക്കറ്റ് വേണ്ടെന്ന് വിചാരിക്കുന്നു മുകളിൽ പോകാൻ. തണുപ്പായതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം നോക്കി നടക്കാമാണ്. ഇത് ഉണ്ടാക്കിയ ആള് ഫ്രിഡ്ജോഫ് മാൻസൺ, 1861 to 1930. 1930. ഇപ്പം 1923-ലാണിത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അന്ന് ഇതുപോലെ ഒന്നുമല്ല, ഇപ്പോഴാണ് ഇതുപോലെ ഹൈടെക് ആയിട്ടുള്ള എന്താ പറയുക സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സംഭവം. ഇത് ഇവിടെ ഇവൻ്റ് നടക്കുമ്പോൾ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കും. അതൊരു ഗ്ലാസിൻ്റെ മുകളിൽ ചെയ്താണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് അതിൻ്റെ മുകളിൽ കൊടുത്താണ്. അപ്പം ഇദ്ദേഹമാണ് ഇതിൻ്റെ ആള്. ഇവിടെ കുറേ മരങ്ങൾ കൊണ്ട്, ചുമ്മാ കുറേ മരങ്ങൾ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, കണ്ടിട്ട് വിലങ്ങനെയും തലങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ സമയത്ത് ഇതിൻ്റെ ഇവിടുത്തെ ടൈമിങ് ഡിഫറെൻ്റ് ആണ്. കാരണം ഓരോ മാസത്തിലും ഇപ്പം ഏകദേശം രാത്രി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ചിലതിൽ രാവിലെ 9 മണിയാകുമ്പം ഇരുടാവും. അല്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലത്ത് രാവിലെ 9 മണിക്ക് സൂര്യനെ കാണാം. 2:30-3 മണിയാകുമ്പോഴത്തേക്ക് സൂര്യനങ്ങ് പോകും, പിന്നെ ഇരുട്ടായിരിക്കും. ഇങ്ങനെ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട് പോലല്ല, ഇവിടെ സൂര്യൻ അസ്തമിക്കാത്ത നാടാണ്. ചില സമയത്ത് സൂര്യനെ നമുക്ക് 24 മണിക്കൂറും ആകാശത്ത് കാണാൻ പറ്റും. ചില മാസങ്ങളിൽ, അടുത്ത മാസം ജൂൺ ജൂലൈ മാസങ്ങളിൽ സൂര്യൻ 24 മണിക്കൂറും രാത്രി 12 മണിക്കും സൂര്യനെ കാണാം. സ്കീയിങ്ങിൻ്റെ ഡ്രസ്സ്, അതിൻ്റെ ഷൂ, ക്യാപ്പ്, ഡ്രസ്സ് TV-യിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈ ഷൂവിനെന്തോ പ്രത്യേകത ഉണ്ടോ? അടിയിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം. ഇതിൽ കയറാൻ വേണ്ടിയിട്ട് 190 KR കൊടുക്കണം. 190 KR എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1600-ൻ്റെ അടുത്ത് വരും. പിന്നെ 170 KR സ്റ്റുഡൻസ്, പിന്നെ അങ്ങനെ കുറേ പാക്കേജുകളുണ്ട്. ബിലോ 6 ഇയേഴ്സ് ആണെങ്കിൽ ഫ്രീ എൻട്രി ആണ്. അപ്പോൾ
ഞാൻ അതിൻ്റെ പുറകുവശത്ത് വന്നാണ്. പുറകുവശത്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. മുകളിലേക്ക് ഒരു എലിവേറ്ററൊക്കെ ഉണ്ട്. മ്യൂസിയം പിന്നെ അതൊക്കെ കാണുന്നൊരു ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. മ്യൂസിയം കാണാം, അതിന് മുകളിൽ പോവാം, അതിനുള്ള ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് സ്ഥലം. ഇതെങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇതെങ്ങനെ അവിടെ നിൽക്കുന്നേക്കും? ഇത്രയും ഇതിലിങ്ങനെ ഇത്രയും വൈഡായിട്ട് സപ്പോർട്ട് കുറേ കേബിൾ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട്. ആ കേബിളിൻ്റെ സപ്പോർട്ടിലാണ് സംഭവം നിൽക്കുന്നത് കേട്ടോ. ഓ, കുറേ കേബിളുകൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറേ കേബിളുകൾ മുകളിൽ നിന്ന് വലിച്ച് അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടിലാണ് ഇത് നിൽക്കുന്നത്. അല്ലാതെ താഴെ നിന്നൊരു ശരിക്കും ഇവിടുന്ന് ഒരു തൂണ് കൊടുത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവുകയാണ്. മുകളിൽ പോകാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിൽ ഇവിടുത്തെ കറൻസി ഇല്ല. യൂറോ ഇവിടുന്ന് ഇപ്പോൾ മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ കറൻസി ഇല്ല. ഇപ്പോൾ ഉള്ളത് താഴത്താണ്. താഴെ അതിൻ്റെ ലാൻഡിങ് ഏരിയയിൽ ഇങ്ങനൊരു കുഴിയിലേക്ക് പോയിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആവുന്നത്. അല്ലാതെ മുകളിൽ നിന്ന് ഐസിൽ ഇങ്ങനെ ഒലിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിർത്താൻ പറ്റില്ല, അങ്ങനെ പോകും. ഇത് ഒളിമ്പിക്സ് നടന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒളിമ്പിക്സിൻ്റെ ഈ ഒരു ചിഹ്നം കണ്ടത്. ഇവിടെ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. സൂപ്പർ. നേരത്തെ നിന്നത് അവിടെയാണ്, അതിൻ്റെ മിഡിലായിരുന്നു. സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോവാം. അവിടെയൊക്കെ പോയിട്ട് നിൽക്കാം. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. എന്താ സംഭവം? ഇതാണോ ഞാൻ നേരത്തെ കാണിച്ച റോപ്പ്? അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന റോപ്പാണത്. ആ റോപ്പിൻ്റെ മുകളിലാണ് തോന്നുന്നത് അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ആ റോപ്പ് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് അവസാനിക്കുന്നു. ഇതിൻ്റെ മുകളിലാന്ന് തോന്നുന്നു അതിൻ്റെ ഫുൾ സപ്പോർട്ട് വരുന്നത്. പക്ഷെ ഇത് കണ്ടിട്ടൊരു സപ്പോർട്ട് പോലെ തോന്നുന്നില്ലല്ലോ. ഇവിടെ ചെറിയ കുറച്ച് കാലുമല്ലൊരു സംഭവം. അത്രയും വലിയൊരു സംഭവം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വേണം. പക്ഷെ അത്രയും ഹെവി ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ ആകെ എത്രയേ ഉള്ളൂ. ഈ ഒരു ഇതുമെല്ലാം തോന്നുന്നു. ഇതൊക്കെ ഫുള്ളി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ടെൻഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ കേബിളിൻ്റെ. ആകെ എത്രേ ഉള്ളൂ. ഈ ഒരു സപ്പോർട്ടും മതിയാവില്ലല്ലോ കണ്ടിട്ട്. കണ്ടോ, കുറേ ചുറ്റി കിടക്കുന്ന കേബിൾ. വേണമെങ്കിൽ റിലീസ് ചെയ്തിട്ട് താഴ്ത്താം. ഇത് വേറെ എന്തിനുള്ളതാണോ? ഇനി സപ്പോർട്ടിനാണോ? വീഡിയോ കണ്ടിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയില്ല ഇതിന് സപ്പോർട്ടാണോ എന്നുള്ളത്. സപ്പോർട്ടായിരിക്കാം, അല്ലാതെ അല്ലെങ്കിൽ ക്യാമറൻ്റെ അറിയില്ല. ഈവൻ്റ് നടക്കുമ്പോൾ ആ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ക്യാമറ വരാനുള്ള എന്തെങ്കിലും പരിപാടികളാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതാണ് സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വന്നത് വേർത്താണ്. സംഭവം കാണാൻ പറ്റി. ശരി, നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് നടന്ന് പോയിട്ട് വീണ്ടും ട്രെയിൻ എടുത്ത് സിറ്റിയിലേക്ക് പോവാം. ഇനി വേറെന്താ കാണാനുള്ളത് നോക്കട്ടെ. നേരത്തെ പറഞ്ഞ ഐലൻഡ് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ.